പ്രവാസി പ്രശ്നങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കാൻ അടുത്തിടെ ശക്തമായ നീക്കം നടക്കുന്നതായി കോൺഗ്രസ് രാജ്യസഭാ എംപി ജബി മേത്തർ. ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസ് ശക്തമായ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. തന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 200-ലധികം ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന മഹിളാ കോൺഗ്രസ് പദയാത്രയ്ക്കുള്ള ആലോചനകൾ പുരോഗമിക്കുന്നതായും ദുബായിൽ ജബി മേത്തർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോൺഗ്രസിന്റെ രാജ്യസഭാ എംപി കൂടിയായിട്ടുള്ള ജബി മേത്തറാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത്. ഒരു ഹ്രസ്വ സന്ദർശനത്തിനായിട്ട് ഇപ്പോൾ ദുബൈയിലെത്തിയതാണ്. സംഘടനാപരമായിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പാർട്ടി പരിപാടികൾക്കുമുള്ള ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറെ കൂടി വളരെ ശക്തമായിട്ട് വനിതാ വിഭാഗത്തെ ശാക്തീകരിച്ചെടുക്കാനും അവരുടെ പങ്കാളിത്തം പ്രയോജനപ്പെടുത്താനുമുള്ള ചില നീക്കങ്ങളും തീരുമാനങ്ങളുമൊക്കെയാണ് ജബി മേത്തറുടെ നേതൃത്വത്തിലുള്ള മഹിളാ വിഭാഗം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയം ഇതൊക്കെയാണ് ജബി മേത്തറുമായുള്ള ഈ സംസാരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജബി, സന്തോഷം. ഇപ്പം ഏതാണ്ട് 2 വർഷത്തോളം ആവുന്നു രാജ്യസഭ എം പി ആയിട്ട്. അതിൽ പ്രവാസ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ചോദ്യം പിന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അതൊക്കെ ഇപ്പം കുറെ കൂടി സജീവമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വരുന്നുണ്ട്. അതൊരു നല്ല ഒരു ട്രെൻഡായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഈ അടുത്ത് മാത്രമല്ല, ആയ ഉടനെ മുതൽ തന്നെയുള്ള ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിന്നുള്ള യാത്രാ ടിക്കറ്റിൻ്റെ എയർഫെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് അന്നത്തെ ഞാൻ രാജ്യസഭാ എം പി ആകുമ്പോൾ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോയി കാണുകയും ഈ ടിക്കറ്റിൻ്റെ വിഷയം, ടിക്കറ്റ് ഫെയറിൻ്റെ വിഷയം അതിൽ ഇടപെടണം എന്നെല്ലാം പറയുമ്പോൾ അവർക്കതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഹോളിഡേ സീസണിൽ ഏറ്റവും കൂടുതലായി എയർഫെയർ വന്ന സാഹചര്യത്തിലും രാജ്യസഭയിൽ പ്രത്യേകമായി ഇതേക്കുറിച്ച് സംസാരിക്കുവാനും ഇവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരു ടിക്കറ്റ് ഫെയർ മൂലം അവർക്ക് യാത്ര ചെയ്യാൻ കേരളത്തിലേക്ക് പോകാനോ അവിടെ ഒരു മരണം സംഭവിച്ചാൽ പോകാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ രാജ്യസഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഹോളിഡേ സീസണിൻ്റെ ഒരു സാഹചര്യത്തിലൊക്കെ വളരെ അധികമാണെന്നുള്ള കാര്യത്തിൽ ആരും അതിൽ ആ കാര്യത്തിൽ ആ ഒരു ഫാക്റ്റിൽ ആർക്കും തർക്കമില്ല. പക്ഷേ വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്നുള്ളതിന് ഗവൺമെന്റിന് പോലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്തായാലും ഞാൻ പറയുന്നത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇഷ്യൂ വരുന്നു പ്രവാസികളുമായി ബന്ധപ്പെട്ട്. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയണം. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷകൾ നൽകുന്ന ചില ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞത്. അധികാരം ലഭിച്ചില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു സാധ്യതകൾ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ സാധ്യതകളെ പ്രതീക്ഷയോടുകൂടി തന്നെയാണോ നോക്കിക്കാണുന്നത്? തീർച്ചയായും. ഇപ്പോൾ പാർലമെന്റിൽ ഈ തവണത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെന്റിൽ ഭരിക്കുന്നവരുടെ ഒരു ബോഡി ലാംഗ്വേജും പ്രതിപക്ഷത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിജയിച്ചെങ്കിൽ പോലും അവരുടെ ഒരു മുഖഭാവങ്ങളിലൊക്കെ ഒരു മൂകത, ഒരു വല്ലാത്തൊരു ഇൻടോളറൻസ് അവരുടെയൊക്കെ ഒരു വാക്കുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലും വെറുപ്പിന്റെ കമ്പോളം ഇപ്പോഴും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തന്നെയുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ടല്ലോ. അല്ല, അത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെതിരെ വ്യക്തിപരമായി തന്നെ ആക്ഷേപങ്ങളുടെ ഒരു ഇത് അഴിച്ചുവിട്ടിരിക്കുകയാണ് BJP. ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിൻ്റെ യാത്രയാണ്. 1493 മണ്ഡലങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത്. അപ്പോൾ ആ 1493 മണ്ഡലത്തിലൂടെയും സംസ്ഥാന പ്രസിഡന്റ് മഹിളാ സാഹസ് യാത്ര നടത്തുക എന്നുള്ള ആഴ്ചകളല്ല 210 ദിവസം നീണ്ടു നിൽക്കുന്ന 7 ഘട്ടങ്ങളിലായി
ഒരു ശരാശരി ഒരു ദിവസം 7 മണ്ഡലങ്ങൾ ടച്ച് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇടുക്കി പോലെയുള്ള ഇടുക്കിയിൽ ഇടമലക്കുടി പോലെയുള്ള ഒരു മണ്ഡലമുണ്ട്, അവിടെ നമുക്ക് ഒരു മണ്ഡലത്തിന് ഒരു ദിവസം കൊടുക്കേണ്ടി വരും. അപ്പോൾ എറണാകുളം പോലെയുള്ള ചില മണ്ഡലങ്ങൾ നമ്മൾക്ക് 7-ൽ കൂടുതൽ ചിലപ്പോൾ തീർക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒക്ടോബർ 15-ന് ശേഷമാണ്. പക്ഷേ ഈ ബൈ ഇലക്ഷൻ നീണ്ടുപോകുന്നത് കൊണ്ട് നമ്മൾ ബൈ ഇലക്ഷൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കും. പക്ഷേ ഞാൻ ഇതിന് മുൻപ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ 252 ബ്ലോക്കിലേക്കും യാത്ര ചെയ്തത് ഈ വാർഡ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് ആ വാർഡ് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിച്ചതും. ഇനി ആ രൂപീകരിച്ച നമ്മുടെ ആ ഒരു സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 50% വനിതകൾ മത്സരിക്കുമ്പോൾ ഇനി UDFൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളുള്ള എല്ലാ വാർഡിലും വനിതാ സ്ക്വാഡ് യാഥാർത്ഥ്യമാക്കുക എന്ന ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ യാത്ര നടത്താൻ പോകുന്നത്.